നമുക്ക് വരുന്ന സിംറ്റംസിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ആദ്യം ഡിസ്നിയ പറഞ്ഞു, പൾസ് റേറ്റ്, പൾസ് റേഷ്യോ പറഞ്ഞു, സൈൻസ് ആൻഡ് സിംറ്റംസ്. സോ ഈ സൈൻസ് ആൻഡ് സിംറ്റംസ് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ കോംപ്ലിക്കേഷനിലോട്ടാണോ പോകുന്നത്, അതോ നമുക്കത് കണ്ടിന്യൂ ചെയ്യാമോ, ദാറ്റ് ഇസ് എക്സസൈസ് റെജീം കണ്ടിന്യൂ ചെയ്യാമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് അതിനെ കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുന്നത് എന്നുള്ളത് ഇസ് അക്കോർഡിംഗ് ടു ദ ഫോളോയിങ്. നൗ ഡിസ്നിയ വരുമോ, ഒരു പേഷ്യൻറ്റ് പറയുവാണ് അവർക്ക് ശ്വാസം മുട്ടുന്നു അല്ലെങ്കിൽ ദേ ആർ ഹാവിങ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് ഡ്യൂറിങ് എക്സസൈസ്, അവരുടെ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് കൂടുന്നതനുസരിച്ച് അവരുടെ ഡെപ്ത് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് വളരെ ഷാലോ ആയിട്ടായിരിക്കും, ബിക്കോസ് റേറ്റ് ഇസ് ഇൻക്രീസിങ്. സോ അങ്ങനെ വരുമ്പം ഇത് ഇറ്റ് ക്യാൻ ദ ഡെപ്ത് കുറയുന്നത് കൊണ്ട് ദിസ് ക്യാൻ കോസ് dyspnea feeling and dyspnea to these patients. So either when you stop the exercise, if the patient is coming back to normal and ശ്വാസം മുട്ടുന്നത് കുറഞ്ഞു within 2 minutes after the cessation of exercise, അങ്ങനാണെന്നുണ്ടെങ്കിൽ it is normal or okay. It is due to only the respiratory rate getting increased and the depth being decreased that the patient is feeling dyspneic. അല്ല 2 minutes കഴിഞ്ഞിട്ടും ആഫ്റ്റർ സെസേഷൻ ഓഫ് യുവർ എക്സസൈസ് ബുദ്ധിമുട്ട് തോന്നി, പേഷ്യൻ്റ് എക്സസൈസ് നിർത്തി, എന്നിട്ട് 2 മിനിറ്റിന് ശേഷവും ഈ ബുദ്ധിമുട്ട് സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആസ് ഡിസ്നിയ, ദെൻ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് ടു ഓൾട്ടർ ദി എക്സസൈസ് റെജീം ഫോർ ദി പേഷ്യൻറ്റ്. ഇനി പൾസ് റേറ്റ്, ഒരു പൾസ് റേറ്റ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബിഫോർ എക്സസൈസ് നമ്മൾ നോക്കുന്നു. എന്നിട്ട് പേഷ്യൻ്റ് ഡ്യൂറിങ് ദിയർ ആക്ടിവിറ്റി അവരുടെ പൾസ് റേറ്റ് കൂടുവാണ്. ആ പൾസ് റേറ്റ് കൂടുന്നത് നമ്മൾ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്താൽ വിതിൻ 2 minutes അഗെയിൻ ഇത് ഷുഡ് കം ബാക്ക് ടു നോർമൽ. അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് ടു ഓൾട്ടർ ദി എക്സസൈസ് പ്രോഗ്രാം ഓർ റെജീം അക്കോർഡിംഗ് ടു ദാറ്റ് പേഷ്യൻസ് ടോളറൻസ്. സോ ഇനി ഈ പൾസ് റേറ്റ് എന്ന് പറയുന്നത് പ്രായത്തിനനുസരിച്ച് ഓരോ വ്യക്തിയുടെയും പൾസ് റേറ്റ് മാറും. അത് ഒരു പേഷ്യൻ്റ് മെക്കോയ് എന്ന് പറയുന്ന ഒരാൾ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തതാണ്. ടാക്കിക്കാർഡിയ ഓഫ് ഓവർ 100 beats per minute ഈസ് ആൻ ഇൻഡിക്കേഷൻ ഫോർ സ്റ്റോപ്പിംഗ് എക്സസൈസ് ഇൻ ദി ഏർലി സ്റ്റേജസ്. അന്നത്തെ കാലത്ത് 100 വരെ ഹാർട്ട് റേറ്റ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൾസ് റേറ്റ് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഹൈ പോയിൻറ്റ് വെയർ യു ഹാവ് ടു എൻഡ് ദി എക്സസൈസ് പ്രോഗ്രാം. ബട്ട് ഇപ്പം അക്കോർഡിംഗ് ടു ഏജ് ഓരോ മാക്സിമം ബീറ്റ് എന്തുമാത്രമാകാം ഒരു എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഹാർട്ട് റേറ്റ് ഇൻക്രീസ് റിലേറ്റഡ് ടു ഏജ് ബിറ്റ്വീൻ 20 to 29 years 170 വരെ പൾസ് റേറ്റ് പോകാം. 30 to 39 ഏജിൽ 160 വരെ പോകാം. 40 to 49 150 വരെ പോകാം. 50 to 59 140 വരെ. ഓരോ 10 years ഏജ് ഗ്രൂപ്പ് വ്യത്യാസത്തിൽ ഒരു 10 counts കുറയും. ഫ്രം 170 ടു വേർഡ്സ് 130 വരെ പോകാം. ഇനി പൾസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? പൾസ് റേറ്റ് ഈ റേഞ്ച് വെച്ചിട്ടാണ്, ഈ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ മാക്സിമം പോകാൻ പാടില്ല, അതിനനുസരിച്ച് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിന് എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി പൾസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു പൾസ് പേഷ്യൻറ്റിനെ ബിഫോർ എക്സസൈസ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നതിന് മുന്നേ അവരുടെ പൾസ് നോക്കും. അതിനുശേഷം എക്സസൈസ് കൊടുത്തതിന് ശേഷം ആഫ്റ്റർ ദി എക്സസൈസ് നമ്മൾ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ആദ്യത്തെ മിനിറ്റിൽ ഒരു പൾസ് നോക്കും. ആഫ്റ്റർ 1 minute സെക്കൻഡ് മിനിറ്റിൽ പിന്നെയും നമ്മളൊരു പൾസ് നോക്കും. ഈ 2 പൾസും കൂടെ കൂട്ടിയിട്ട് ആ കൂട്ടുന്നത് വിൽ ബി ഡിവൈഡഡ് വിത്ത് ദി ഫസ്റ്റ് പൾസ് ദാറ്റ് യു ഹാവ് ടേക്കൺ ബിഫോർ ദി എക്സസൈസ് വാസ് സ്റ്റാർട്ടഡ്. ദാറ്റ് ഇസ് പ്രീ ടെസ്റ്റിൽ നമ്മൾ ചെയ്ത വാല്യൂ പൾസ് റേറ്റ് വിച്ച് വി ഹാവ് ടേക്കൺ, അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് പൾസ് റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഞാൻ ഒന്നും കൂടെ പറയാം. പൾസ് റേഷ്യോയിൽ നമ്മൾ ആദ്യം ഒരു പേഷ്യൻറ്റിനെ പൾസ് എടുക്കും ബിഫോർ എക്സസൈസ് റെജീം ഈസ് സ്റ്റാർട്ടഡ്. അറ്റ് റെസ്റ്റിൽ നമ്മളൊരു പൾസ് എടുക്കും. ആ പൾസ് നമ്മൾ നോട്ട് ചെയ്യും.
പിന്നെ നമ്മൾ എക്സസൈസ് കൊടുക്കും. എക്സസൈസ് കൊടുത്തതിന് ശേഷം എക്സസൈസ് ഒരു 5 മിനിറ്റ് നമ്മൾ കൊടുത്തു. 5 മിനിറ്റ് കൊടുത്തതിന് ശേഷം നിർത്തി. ഫസ്റ്റ് മിനിറ്റ് ആഫ്റ്റർ ദി എക്സസൈസ് ഇസ് ഓവർ, ഫസ്റ്റ് മിനിറ്റിൽ പൾസ് റേറ്റ് നോക്കും. ഫസ്റ്റ് മിനിറ്റിൽ പൾസ് റേറ്റ് നോക്കിയത് നോട്ട് ചെയ്യും. സെക്കൻഡ് മിനിറ്റിൽ അടുത്ത പൾസ് റേറ്റ് നോക്കും, അതും നോട്ട് ചെയ്യും. അത് രണ്ടും കൂടെ ഫസ്റ്റ് മിനിറ്റിൽ നോക്കിയ പൾസ് റേറ്റും സെക്കൻഡ് മിനിറ്റിൽ നോക്കിയ പൾസ് റേറ്റും കൂടെ കൂട്ടിയിട്ട് ആ കിട്ടുന്ന വാല്യൂ വിൽ ബി ഡിവൈഡഡ് ബൈ ദി പൾസ് റേറ്റ് ഡ്യൂറിങ് റെസ്റ്റ്. ആ കിട്ടുന്ന വാല്യൂ ആണ് പൾസ് റേഷ്യോ എന്ന് പറയുന്നത്. ഹിയർ ദർ ഇസ് എൻ എക്സാമ്പിൾ. പൾസ് ബിഫോർ എക്സസൈസ് ഇസ് 80. ദർ ഇസ് എ റെസ്റ്റിംഗ് pulse. Pulse after exercise in the first minute is 100, in the second minute is 85. So 100 plus 85 is 185 working pulse ആണ് അത് WP. So pulse ratio എന്ന് പറയുന്നത് working pulse 185 divided by your resting pulse divided by 80 is equal to 2.3. ഓക്കെ, ഇനി വേറെ അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് കിട്ടിയ പൾസ് റേഷ്യോ എന്ന് പറയുന്നത് 2.4 ആണ്. നോർമലി ഒരു എക്സസൈസ് റെജീം കൊടുത്തിട്ട് പൾസ് റേഷ്യോ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് ബിയോണ്ട് 2.3. ബിയോണ്ട് 2.3യിൽ പൾസ് റേഷ്യോ എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി പോസിബിൾ വാൽവ് ഡിസീസ്, ആൻഡ് ഇഫ് ഇറ്റ് എക്സീഡ്സ് ബിയോണ്ട് 2.1 ഇറ്റ് വിൽ ബി എൻ ഇഷ്കെമിക് ഹാർട്ട് ഡിസീസ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പേഷ്യൻ്റെ ടോളറൻസും അവർ ഏത് ലെവലിലാണ് അവരുടെ ഹാർട്ടിൻ്റെ ടോളറൻസും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. This pulse ratio values was found through exercise. Now if you want to know the patient's heart and the tolerance, but the patient is unable to do an exercise, the patient is bedridden അല്ലെങ്കിൽ is on bed rest and unable to do an appropriate test exercise, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ how do you find the pulse ratio? That is pulse before 1 minute of active exercise 82 ആണ്. ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 1 മിനിറ്റ് ആഫ്റ്റർ എക്സസൈസ്, ചെറിയൊരു ആക്ടിവിറ്റി കൈക്കോ കാലിനോ കൊടുത്തിട്ട് ആദ്യത്തെ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് എ മിനിറ്റ്, ദറ്റ് ഇസ് 25 സെക്കൻഡ്സിൽ എന്തുവാണ് പൾസ് റേറ്റ് കിട്ടുന്നത്, അത് ഇൻറ്റു 4 ചെയ്യുമ്പോൾ 1 മിനിറ്റിന് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. സോ ഈ കിട്ടുന്ന സെക്കൻഡ് വാല്യൂ ആൻഡ് ദ ഫസ്റ്റ് വാല്യൂ വെച്ച് മൈനസ് ചെയ്യുമ്പം ഇഫ് ഇറ്റ് ഇസ് വിതിൻ 6, ഓക്കെ, ഇറ്റ് ഇസ് നോർമൽ. If it has been raised 6 beats, which is likely to be safe. അങ്ങനെയാണ് പൾസ് റേഷ്യോ വിത്ത് എ പേഷ്യൻറ്റ് ഹൂസ് ഇൻ റെസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഡിസ്നെ ആണെങ്കിലും പൾസ് റേറ്റും പൾസ് റേഷ്യോയും വെച്ചിട്ട് പേഷ്യൻറ്റിന് എക്സസൈസ് എങ്ങനെ നമുക്ക് ഓൾട്ടർ ചെയ്യാമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.